യാക്കോബെന്ന കടവിൽ ഇറങ്ങി വന്ന യാക്കോബിന്റെ ദൈവത്തിനാരാധന. കാരാഗ്രഹത്തിൽ വീര്യപ്രവൃത്തി ചെയ്ത യോസേഫിന്റെ ദൈവത്തിനാരാധന. യാക്കോബെന്ന കടവിൽ ഇറങ്ങി വന്ന യാക്കോബിന്റെ ദൈവത്തിനാരാധന. കാരാഗ്രഹത്തിൽ വീര്യപ്രവൃത്തി ചെയ്ത യോസേഫിന്റെ ദൈവത്തിനാരാധന. ആരാധന ആരാധന യാവെന്ന ദൈവത്തിനാരാധന. നമ്മൾ വായിച്ചത് അവൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആരാണ് ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്? പറയണം, നിങ്ങൾ പറയണം, പെട്ടെന്ന് പറയണം. യേശുവാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. യേശു ആരാണ്? ദൈവമാണ് അല്ലേ? യേശു ദൈവമാണെങ്കിൽ ദൈവത്തിന് പ്രാർത്ഥിക്കണോ? പ്രാർത്ഥിക്കണം. യേശു കർത്താവ് ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന് സ്വർഗത്തിലെ സകല മഹിമകളും വിട്ടുകൊണ്ട് ദൈവമായിരിക്കവേ അവൻ തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി ഇറങ്ങി വന്നത് എന്തിനാണെന്നറിയാമോ? സകല മാനവരാശിയുടെയും പാപത്തിന് പരിഹാരമായിട്ട് ഇറങ്ങി വന്ന ദൈവമാണ് അല്ലെ? സകല മനുഷ്യരും പാപികളാ വചനം പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പാപിയായ മനുഷ്യന് രക്ഷകന് ആവശ്യമാണ് അല്ലെ? ആ രക്ഷകനായിട്ട് മനുഷ്യനായിട്ട് ദൈവമായിരിക്കവേ മനുഷ്യനായിട്ട് ഭൂമിയിൽ ഇറങ്ങി വന്ന് കർത്താവ് കാൽവറി ക്രൂശിൽ മൂന്നാണിമേൽ തൂങ്ങി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അല്ലെ കല്ലറയിൽ അടക്കി മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ദൈവം. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയിലെ വാസം, ഈ ലോകത്തിലെ കർത്താവിന്റെ ജീവിതകാലം ഒരു പ്രാർത്ഥന ആവശ്യമാണ് അല്ലെ? നമുക്ക് ഓരോരുത്തർക്കും കർത്താവിന് പ്രാർത്ഥന ആവശ്യമായിരുന്നു. എന്തിനു വേണ്ടിയായിരുന്നു എന്നറിയാമോ? കർത്താവ് എപ്പോഴും പിതാവുമായിട്ടുള്ള ഒരു ബന്ധം സൂക്ഷിച്ചിരുന്നു പ്രാർത്ഥനയിൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര അധികം ആവശ്യമാണ് അല്ലെ? ഈ ഭൂമിയിലായി ഇഹലോക ജീവിതത്തിൽ കർത്താവിന് പ്രാർത്ഥിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. കർത്താവ് ഓരോ കാര്യം ചെയ്യുമ്പോഴും പിതാവുമായിട്ടുള്ള ഏറ്റവും അടുത്ത ഒരു ബന്ധത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ കർത്താവ് ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും ഒരു വിജയവും ഉണ്ടായിരുന്നു അല്ലെ? അപ്പൊ നമ്മൾ കർത്താവ് പല സ്ഥലങ്ങളിലും നമ്മൾ വായിക്കുന്നുണ്ട്. ലൂക്കോസ് 5:16 കർത്താവ് പറയുന്നു, കർത്താവ് നിർജ്ജന പ്രദേശത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്തിനാണ് കർത്താവ് നിർജ്ജന പ്രദേശത്ത് പോയത്? ജലമില്ലാത്ത ഒരു പ്രദേശത്ത് കർത്താവ് പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്തിനു വേണ്ടിയാണ് കർത്താവ് നിർജ്ജന പ്രദേശത്ത് പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്? എനിക്കാരെയും കാണില്ല, മറ്റുള്ളവരുടെ ശബ്ദമോ മറ്റുള്ളവരുടെ ഒരു ഇടർച്ചയോ ഒന്നും എനിക്ക് കേൾക്കണ്ട അല്ലേ? അതുകൊണ്ട് നിർജ്ജന പ്രദേശം കർത്താവ് തിരഞ്ഞെടുത്തു, ജലമില്ലാത്ത ഒരു സ്ഥലം. ഞാൻ ഇന്ന് പറയുന്ന ഈ വിഷയം ഇത് നമ്മുടെ ജീവിതത്തിന്റെ അനുഗ്രഹത്തിനായതുകൊണ്ട് തന്നെ പലപ്പോഴും പലതും നമുക്ക് കേൾക്കാനായിട്ട് പറ്റില്ല. പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ? ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നമുക്ക് ആവശ്യമില്ല, ഇനിയും നമ്മൾ പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ട അനേക കാര്യങ്ങൾ ഉള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത് അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ആവശ്യമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ കർത്താവ് എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? അവൻ നിർജ്ജന പ്രദേശം തിരഞ്ഞെടുത്തു. നമ്മളൊക്കെ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? കർത്താവ് നിർജ്ജന പ്രദേശത്ത് പോയി പ്രാർത്ഥിക്കണമെങ്കിൽ കർത്താവ് അവിടെ ചിന്തിച്ചതെന്ന് അറിയാമോ? ആരുടെയും ഒരു ശബ്ദം എനിക്ക് കേൾക്കണ്ട, എന്റെ കണ്ണിൽ ആരെയും കാണണ്ട, എനിക്ക് പിതാവുമായുള്ള ആ ഒരു ബന്ധം, അതിനുവേണ്ടി മാത്രമാണ് കർത്താവ് നിർജ്ജന പ്രദേശം തിരഞ്ഞെടുത്തത്. മത്തായി 14:23 പറയും, പുരുഷാരത്തെ പറഞ്ഞയച്ച ശേഷം തനിയെ മലയിൽ പോയി പ്രാർത്ഥിച്ചു. ഒരുപാട് പുരുഷാരം എപ്പോഴും കർത്താവിന്റെ പിറകെ ഒരു പറ്റം ആൾക്കാർ കാണും. ഇവരെ എല്ലാവരെയും കർത്താവ് ഒന്ന് പറഞ്ഞയച്ചു. പ്രാർത്ഥിക്കാൻ പോകുന്ന സമയത്തൊക്കെ കർത്താവ് എന്ത് ചെയ്യുന്ന അറിയാമോ? ഇവരെ എല്ലാവരെയും അങ്ങ് പറഞ്ഞയക്കും. എന്നിട്ട് വേറെ ഒരു സ്ഥലത്ത് വാങ്ങിപ്പോയി ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കും. കർത്താവിന്റെ സ്വഭാവം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അപ്പൊ നമ്മളെ പ്രാർത്ഥന എങ്ങനെയാണ്? ഞാനത് കേൾക്കട്ടെ. നമ്മളും പ്രാർത്ഥിക്കുന്നവരാണല്ലേ? ഇവിടെ എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട് അതറിയട്ടെ. പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? ഒരു പ്രാർത്ഥനാ ശീലമുള്ള എത്ര പേരുണ്ട്?
കുറച്ച് പേര് മാത്രമേ ഇവിടെ കൈകൂട്ടിയിട്ടുള്ളൂ, അല്ലേ? ഞാൻ പറയുന്ന പ്രാർത്ഥന ഏത് പ്രാർത്ഥന എന്നറിയാമോ? പ്രത്യേകമായി ഈ കർത്താവ് നാം പ്രാർത്ഥിച്ചതുപോലെ പ്രത്യേകമായി ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ 1 മണിക്കൂറോ ദൈവസന്നിധിയിൽ മാറിയിരുന്നു. കർത്താവ് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള പിതാവിനോട് പ്രാർത്ഥിക്കും. ഈ ഒരു പ്രാർത്ഥനയുടെ വിഷയമാണ് ഞാൻ പറയുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു പ്രാർത്ഥന എത്ര പേർക്ക് ഇവിടെ ഉണ്ട്? പ്രാർത്ഥിക്കാൻ കയറുമ്പോൾ നമ്മൾ അറയിൽ കടന്ന് വേറെ ആരുടെയും ഒരു ശല്യമോ ആരുടെയും ഒരു വാക്കോ ഒന്നും നമുക്ക് കാണണ്ട. നമുക്ക് നമ്മുടെ അപ്പനുമായിട്ടുള്ള ആ ഒരു ബന്ധം കർത്താവിനെ മാത്രം കണ്ടുകൊണ്ട് നമ്മൾ എത്ര പേര് അങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ സത്യമായിട്ടും ദൈവം നിങ്ങളെ ഇന്നത്തെ നിങ്ങളുടെ ഈ അവസ്ഥ നിങ്ങൾ നോക്കണ്ട. വരും കാലങ്ങളിൽ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ദൈവം നിങ്ങൾ അതിശക്തമായിട്ട് ഉപയോഗിക്കും. അതുകൊണ്ട് ഇന്ന് തൊട്ട് നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഒരു വ്യത്യാസം കാണുക. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്ന എങ്ങനെയെന്നറിയാമോ? നമ്മളിരുന്ന് പ്രാർത്ഥിക്കും, അയ്യോ ഗ്യാസ് ഓഫ് ചെയ്താൽ ഉടനെ ഗ്യാസ് ഓഫ് ചെയ്യുമ്പോൾ അല്ലേ? പിന്നെ നമ്മൾ പ്രാർത്ഥിക്കും, അയ്യോ പാല് തിളച്ച് കളഞ്ഞാൽ എന്തോ, ഉടനെ പാലിന്റെ കാര്യത്തിൽ വരും അല്ലേ? അതിന് അടുത്ത പ്രാർത്ഥിക്കുമ്പോൾ ഫോൺ അടിക്കും, ഉടനെ അതെടുത്ത് ഇതെല്ലാം മാറ്റി വെച്ചിട്ട് കർത്താവുമായുള്ള ഒരു ബന്ധം അവിടെ വേറെ ഒന്നും കർത്താവ് നിർജ്ജന പ്രദേശം തിരഞ്ഞെടുത്ത് മലയുടെ മുകളിൽ തിരഞ്ഞെടുത്തതുപോലെ മറ്റാരുമായിട്ടുള്ള യാതൊരു ബന്ധവും നമുക്കുണ്ടാകും. ഞാൻ പറയുന്നത് ഒരു സൂം മീറ്റിങ്ങിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. സൂം മീറ്റിംഗ് നമുക്ക് പ്രാർത്ഥിക്കാം. അതെന്താണെന്ന് അറിയുമ്പോൾ മറ്റുള്ള പല വിഷയങ്ങളും നമ്മൾ സൂം മീറ്റിംഗ് ചേർന്നു അല്ലേ? നമ്മൾ സുവിശേഷ വേലക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതല്ല ഞാൻ പറയുന്നത്. നമ്മൾ വ്യക്തിപരമായിട്ട് ദൈവസേനയിൽ ഇരിക്കുന്ന സമയത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ഉണ്ടെങ്കിൽ കൃത്യമായിട്ടൊരു സമയം, രാവിലെ 5 മണിക്കാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ ഇരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ 6 മണിക്കാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ ഇരിക്കുന്ന നമ്മൾ തീരുമാനം എടുക്കുകയാണെങ്കിൽ കർത്താവ് ആ സമയത്ത് അവിടെ ഇരിക്കും. ആ സമയത്ത് കർത്താവ് അവിടെ ഇരിക്കും. നമ്മുടെ പ്രാർത്ഥന എന്തെന്ന് കേൾക്കാനായിട്ട് കർത്താവ് ആ സമയത്ത് അവിടെ ഇരിക്കും. അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ഈ പ്രാർത്ഥനയ്ക്ക് നമ്മൾ സമയമൊക്കെ വേർതിരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു ദിവസം നമുക്ക് എന്തെങ്കിലും ഒരു പോരായ്മ കണ്ടെന്ന് വരാം. അതൊന്നും കർത്താവ് കാര്യമായിട്ട് എടുക്കില്ല. പക്ഷെ ഈ സമയം കൃത്യമായി നമ്മൾ അത് ഉപയോഗിക്കുമ്പോൾ കർത്താവ് അവിടെ വന്നിരിക്കും. ആ പ്രാർത്ഥന കർത്താവ് കേൾക്കും. അതാ കർത്താവും നിർജ്ജന പ്രദേശത്ത് പോയി പ്രാർത്ഥിച്ചു. എത്ര പേർക്ക് ഇവിടെ കുടുംബമായി രക്ഷിക്കപ്പെട്ട എത്ര പേരുണ്ട്? നിങ്ങളുടെ വീട്ടിലെ കുടുംബ പ്രാർത്ഥന ഉണ്ടോ? കുടുംബമായി രക്ഷിക്കപ്പെട്ടവർക്ക് കുടുംബ പ്രാർത്ഥന ഉണ്ടോ? കുടുംബ പ്രാർത്ഥന എന്ന് പറയുന്നത് എന്തെന്നറിയാമോ? നമ്മൾ അതിരാവിലെ ദൈവസേനയിൽ ഇരിക്കുമ്പോൾ നമ്മൾ തന്നെ പ്രാർത്ഥിച്ച് നമ്മുടെ ഭവനത്തിൽ 4 വശം ഒരു വേലി കെട്ടുകയാണ്. ഇതാണ് കുടുംബ പ്രാർത്ഥന. അവിടെ ശത്രുവിന് പിന്നെ അകത്തോട്ട് കടക്കാൻ പറ്റില്ല. നമ്മൾ തന്നെ പ്രാർത്ഥിച്ച് ഭവനത്തിൽ 4 വശം ഒരു വേലി കെട്ടുകയാണ്. ഇതുവരെയും നിങ്ങൾ ആരൊക്കെ കുടുംബ പ്രാർത്ഥന ഉണ്ടെന്ന് കൈവക്കാണെന്ന് ഞാൻ പറയുന്നില്ല. ഇതുവരെയും നിങ്ങളെ കുടുംബ പ്രാർത്ഥന നിർത്തി വെച്ചിരിക്കുന്നുവെങ്കിൽ ഇനി മുതൽ തുടങ്ങുക. കുടുംബ പ്രാർത്ഥന അത്രയ്ക്കും ദൈവം നമ്മളെ കരുതുന്ന ഒരു കാര്യമാണ്. അഥവാ എല്ലാവരും രക്ഷിക്കപ്പെട്ടില്ല എന്ന് വിചാരിക്കാം. നിങ്ങൾ 1-2 പേരെങ്കിലും ഉണ്ടോ? ദൈവസന്നിധിയിൽ ഇരിക്കുക, പ്രാർത്ഥിക്കുക. പ്രത്യേക ഒരു അനുഗ്രഹം ദൈവം നിങ്ങൾക്ക് തരും. അപ്പൊ കർത്താവ് പറഞ്ഞു, ഇതൊക്കെയും ഒരു ദൃഷ്ടാന്തമായിട്ട് കർത്താവ് കാണിച്ചു തന്നിരിക്കുന്നതാണ് കാര്യങ്ങൾ. കർത്താവ് എന്ത് ചെയ്തുവോ അതൊക്കെയും നമ്മൾ ചെയ്യാനായിട്ട് ഒരു ദൃഷ്ടാന്തം കാണിച്ചു തന്നിരിക്കും. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താണെന്നറിയാമോ? പലപ്പോഴും നമ്മൾ ഈ കുടുംബ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോഴല്ലോ നമ്മൾ പാട്ട് തുടങ്ങും. കൊച്ചുപിള്ളേക്ക് തോണ്ടും, മനസ്സിലായില്ലേ? നമ്മളും തോണ്ടും ചിലപ്പോൾ അതിൻ്റെ കൂടെ. പിന്നെ അടുത്ത വർത്താനം പറയും. പിന്നെ പോയി അടുക്കളയിൽ എന്തെങ്കിലും ചെയ്യും. ഇങ്ങനെയൊക്കെയല്ലേ പലപ്പോഴും നമ്മുടെ കുടുംബ പ്രാർത്ഥന. നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് ആരാണെന്നുള്ള ബോധം നമുക്ക് വേണം, അല്ലേ? നമ്മുടെ ഒരു ഏറ്റവും നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വലിയ പാസ്റ്റർ നമ്മുടെ കൂടെ വന്ന് ഒരു ദിവസം നമ്മുടെ കൂടെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരുന്നാൽ നമ്മളിതൊക്കെ എങ്ങനെയൊക്കെ ചെയ്യൂ? നമ്മൾ ചെയ്യൂ? അപ്പൊ കർത്താവ് പറഞ്ഞു, ഭൂമിയിൽ 2 അതിലധികമോ പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാൽ അവരുടെ നടുവിൽ ഞാൻ ഉണ്ടെന്ന് വചനം പഠിച്ചവരാണെങ്കിൽ, വചനം അറിയാവുന്നവരാണെങ്കിൽ ഒരു ദൈവഭയം നമുക്ക് വേണം. നമ്മൾ കുടുംബ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് കാണണം. ആത്മാവിൽ നമ്മൾ കാണണം കർത്താവ് നമ്മുടെ മുമ്പിലുണ്ടെന്നുള്ളത്. ആത്മാവിൽ നമ്മൾ കാണണം. ആ കർത്താവിന് നമ്മൾ ഭയപ്പെടണം. ഭയപ്പെട്ട് കുടുംബ പ്രാർത്ഥനയൊക്കെ ദിവസങ്ങളിൽ നമ്മൾ എല്ലാവരും അങ്ങ് പെർഫെക്റ്റ് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇനി അങ്ങനെ നമ്മൾ മാറണം.
ഇതിനാണ് ഞാൻ പറയുന്നത്. അപ്പൊ നമ്മളെ കുടുംബ പ്രാർത്ഥനയിലേക്ക് ഒരു ദൈവഭയം നമുക്കുണ്ടാവണം. ദൈവഭയത്തോടുകൂടി നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന രാജാതി രാജാവാണ്, ഈ അഖിലാണ്ടത്തെ പടച്ചവനാണ് നമ്മുടെ മുമ്പിൽ ഉണ്ട്. ആത്മാവിന്റെ കണ്ണുകൊണ്ട് നമ്മൾ കാണണം കർത്താവിനെ. എന്നിട്ട് നമ്മൾ ദൈവഭയത്തോടെ ഭക്തിയോടെ നമ്മൾ ഈ കുടുംബ പ്രാർത്ഥനകൾക്കൊരു മാറ്റം വരുത്തണം. 6:12 മലയിൽ പോയി രാത്രി മുഴുവനും പ്രാർത്ഥിച്ചു. കർത്താവ്, ദൈവമായിരിക്കുന്ന കർത്താവ് മലയിൽ പോയി രാത്രി മുഴുവനും പ്രാർത്ഥിച്ചു. രാത്രി മുഴുവനും പ്രാർത്ഥിച്ചതിന്റെ അടുത്ത ദിവസം കർത്താവിന് 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കേണ്ടതുണ്ടായിരുന്നു. നമ്മളിവിടെ ഇരിക്കുന്ന ദൈവവേലക്കാര് അല്ലേ, ദൈവവചനം പ്രസംഗിക്കുന്നവര്, സുവിശേഷ വേലയ്ക്ക് പോകുന്നവര് അല്ലേ, ഓരോരുത്തരും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം നമ്മളത് ചെയ്യുമ്പോൾ, അത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ശക്തമായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച്, സമയമെടുത്ത് പ്രാർത്ഥിച്ച് ഒരുങ്ങിയല്ലാതെ നമ്മൾ ഇങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യും. അങ്ങനെ നമ്മൾ ചെയ്യുന്നതാണെങ്കിൽ ഒരു അനുഗ്രഹവും അതിലുണ്ടാവില്ല. ഞാന് ഈ വചനം പറയാനായിട്ട് എനിക്ക് തരുമ്പോ ഞാൻ ഇത്തിരി പ്രാർത്ഥിക്കാൻ, എന്ന് വെച്ചാൽ എനിക്ക് കഴിവില്ല. ഞാൻ പറയും, കർത്താവേ, ഒരു വചനം നിന്ന് പ്രസംഗിക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല. ഈ കഴിവില്ലാത്തവർക്ക് എന്തുവേണം, കർത്താവിൽ ആശ്രയിക്കണമല്ലോ. അപ്പൊ ഞാൻ കർത്താവിൻ്റെ അടുത്ത് പറയാം, എനിക്ക് അതിനുള്ള കഴിവില്ല, നീ എന്ത് തരുന്നോ അതല്ലാതെ എനിക്കൊന്നുമില്ല എന്നും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് കർത്താവിന്റെ കരങ്ങളിൽ കൊടുക്കും. ഇപ്രാവശ്യം നേരത്തെ പ്രാർത്ഥിച്ചു. ഈ ഒരാഴ്ച തിങ്കളാഴ്ച തൊട്ട് ഈ ദിവസം വരെ എനിക്കധികം പ്രാർത്ഥിക്കാനോ ദൈവവചനം വലുതായിട്ട് നോക്കാനോ ഒന്നും എനിക്ക് പറ്റിയിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു, കർത്താവ്, അങ്ങനെയും ഒരു സമയം നീ തന്നാൽ, ഇല്ല, ഞാൻ എനിക്കൊന്ന അവസരം ഞാൻ മറ്റാർക്കും കൊടുക്കില്ല. ഇന്ന് പറയുന്നത് നീ തന്നെ ആവട്ടെ, ഇത് എന്റെ കഴിവുകൊണ്ട് പറഞ്ഞതായിട്ട് വരണ്ട, ഇത് കർത്താവ് ആത്മാവ് തന്നെ സംസാരിക്കട്ടെ എന്ന് വിചാരിച്ചത്. എനിക്കിത് അങ്ങനെ മറ്റൊരാളിന് വിട്ടുകൊടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ തന്നെ പറയാൻ തീരുമാനിച്ചു. അപ്പൊ നമ്മൾ എപ്പോഴും കർത്താവിന്റെ പ്രാർത്ഥന എങ്ങനെയാണ്, അവൻ എങ്ങനെയായിരുന്നു നമുക്ക് മാതൃക കാണിച്ചിരുന്നത് എന്നുള്ളത് നമ്മൾ ഓർക്കണം. നമ്മൾ ദൈവത്തെ ഭയപ്പെടണം. നമ്മൾ പണ്ട് പോയിക്കൊണ്ടിരുന്ന കണക്കുള്ള ഒരു ദൈവത്തിന്റെ അടുക്കല്ല ഇന്ന് നമ്മൾ ഇരിക്കുന്നത്. ആ ഒരു ഓർമ്മ എപ്പോഴും നമുക്ക് വേണം. എബ്രായർ 5:7 വായിക്കണം കേട്ടോ. ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത്, ഈ ഭൂമിയിലെ ജീവകാലത്ത് കർത്താവ് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ് നമ്മളിവിടെ വായിച്ചത്. ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്നും രക്ഷിക്കാൻ കഴിയുന്നവനോട്, മരണത്തിൽ നിന്നും രക്ഷിക്കാൻ കഴിയുന്നവനോട്. അപ്പൊ നമ്മൾ കർത്താവ് മരിക്കാനല്ലേ വന്നത് അല്ലേ, പാപികൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കാനല്ലേ കർത്താവ് വന്നതെന്ന് നമ്മൾ വിചാരിക്കും. എന്നാൽ മരിച്ച് മണ്ണിടിഞ്ഞു പോകാനല്ല, മരിച്ചെടുത്തു നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിയുന്നവനോട്, തന്നെ ഐഹിക ജീവകാലത്ത് തന്റെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട്, മരിച്ച് മണ്ണരിഞ്ഞ ഒരു ദൈവത്തെ അല്ല ഇന്ന് നമ്മൾ ആരാധിക്കുന്നത്, മരിച്ചെടുത്തു നിന്നും ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുക അല്ലേ. അപ്പോൾ അങ്ങനെ തന്നെ ഉയർപ്പിക്കാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും, എങ്ങനെ ഉറച്ച നിലവിളിയോടും, നമ്മൾ എത്ര ഉറച്ച നിലവിളിക്കും. നമ്മളിവിടെ ഇരിക്കുന്ന ഇത്രയും പേർക്കും നമ്മൾ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ അനേക വിഷയങ്ങളുണ്ടല്ലേ, ഇനി നമുക്ക് ഉത്തരം കിട്ടാനായിട്ട് ഒരുപാട് എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ട്, ഒരുപാട് വിഷയങ്ങൾ ഇനിയും കിടപ്പുണ്ട്. ഈ നമുക്ക് കിട്ടേണ്ട ഈ ഉത്തരങ്ങൾക്ക് വേണ്ടി നമ്മൾ എത്ര ഉറച്ച നിലവിളിയോട് പ്രാർത്ഥിക്കുന്നു. ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടി. നമുക്ക് എത്ര പേർക്ക് കണ്ണുനീര് വരുന്നുണ്ട് പ്രാർത്ഥിക്കുമ്പോൾ? കരയണം, ദൈവസന്നിധിയിൽ നമ്മൾ നിലവിളിക്കണം, കരയണം. കരഞ്ഞ് നിലവിളിച്ച് കണ്ണുനീരോടും അപേക്ഷയോടും, പുത്രനാണ് അപേക്ഷിക്കുകയാണ് പിതാവിനോട്, അപേക്ഷയോടും അഭയയാചനയോടും കർത്താവ് പ്രാർത്ഥിച്ചത്. തന്റെ സ്വന്തം പുത്രൻ പിതാവിനോട് പ്രാർത്ഥിച്ച രീതിയാണ് ഇവിടെ പറയുന്നത്. യാചന കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്യുന്നു. ഭയം, ഭക്തി. ഹല്ലേലൂയ. ഉറച്ചൊന്ന് ഹല്ലേലൂയ പറഞ്ഞ് പ്രേയറായി പ്രാർത്ഥനയുടെ വിഷയമായി പലരും ഉറങ്ങും. എന്നുവെച്ചാൽ ഇത് പ്രാർത്ഥിച്ചാൽ ഇവിടെ ചില വിടുതലുകൾ നടക്കുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ പലരെയും ദൈവ പിശാച് ഉറക്കും. അതുകൊണ്ട് ഉണർന്നിരിക്കുക. ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും അപേക്ഷയോടും അഭയയാചന കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്യും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇത് വേണം, ഉറച്ച നിലവിളി വേണം. അതിരാവിലെ എഴുന്നേറ്റ് കർത്താവിന്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കണം,
കാലം മടക്കാൻ കഴിയില്ലെങ്കിൽ ഇരുന്നാലും മതി, ദൈവം കുറ്റം വിധിക്കുന്നില്ല. ഇരുന്ന് ദൈവസന്നിധി നമ്മൾ നിലവിളിക്കണം. നിലവിളിച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കണം. ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മളെപ്പോലെ കഷ്ടം അനുഭവിക്കുന്ന അനേകരുണ്ട്. ഇപ്പൊ ഞാനൊരു രോഗം അനുഭവിക്കുന്നുവെങ്കിൽ എന്നെപ്പോലെ രോഗം അനുഭവിക്കുന്ന പലരും ഉണ്ട് ഈ ഭൂമിയിൽ. ഞാൻ എനിക്ക് വേണ്ടി ആ വേദന അനുഭവിക്കുമ്പോൾ അവരുടെ വേദന ഞാൻ എന്റെ വേദനയായിട്ട് എടുക്കണം. ഞാനിന്ന് കടബാധ്യതയിൽ കിടക്കുന്നുണ്ടെങ്കിൽ അതുപോലെ കടബാധ്യതയുള്ള പലരുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ കരയണം. എനിക്ക് വേണ്ടി കരഞ്ഞാൽ പോരാ. അതുപോലെ പലരും ദൈവത്തെ അറിയാതെ, ദൈവമാരെന്നറിയാതെ തങ്ങളുടെ അധ്വാന ഫലം മുഴുവനും പണ്ട് നമ്മൾ കൊണ്ട് കൊടുത്തതുപോലെ കൊണ്ട് കൊടുത്തിട്ട് വീട്ടിൽ പട്ടിണിയായിട്ട് കഴിയുന്നവരുണ്ട്. അവരുടെ വിടുതലിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? നിലവിളിക്കണം. കണ്ണുനീര് ഉറച്ച നിലവിളിയോടും കൂടി കണ്ണുനീര് വരണം. നമുക്ക് നമ്മുടെ വിഷയം വരുമ്പോൾ കണ്ണീര് വരൂ. അതുപോലെ മറ്റുള്ളവരുടെ വിഷയത്തിന് വേണ്ടി നമ്മൾ കണ്ണുനീരോടെ കർത്താവിന്റെ സന്നിധി നിലവിളിക്കണം, അപേക്ഷിക്കണം, അഭയയാചന കഴിക്കണം. അങ്ങനെയാണെങ്കിൽ അതും ഭയഭക്തിയോടെ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ദൈവസന്നിധിയിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്കൊരു ഭയവും ഭക്തിയും ഒക്കെ വേണം. അതല്ലാതെ നിസ്സാരമായി നമ്മളെ കർത്താവിനെ ആരും കാണരുത്. നമുക്ക് പലപ്പോഴും നമുക്ക് ഉത്തരം കിട്ടാത്ത എന്തെന്നറിയാമോ? നമ്മുടെ പ്രാർത്ഥനയുടെ ചില രീതികൾ മാറ്റം വരാത്തതുകൊണ്ടാണ്. പ്രാർത്ഥനയുടെ രീതികൾ ഈ ദിവസങ്ങളിൽ നമുക്ക് മാറണം. നമ്മളെ ഓരോരുത്തരെയും ദൈവം വിളിച്ചതിന് ഓരോ ലക്ഷ്യമുണ്ട്. ഇപ്പൊ എന്നെ കർത്താവ് വിളിച്ചെങ്കിൽ കർത്താവിന് അതിനെക്കുറിച്ച് ഒരു ലക്ഷ്യമുണ്ട്. വിളിയേത്, തെരഞ്ഞെടുപ്പ് ഏതെന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ ഇതുവരെയും എന്നെ വിളിച്ച വിളിയിലും തിരഞ്ഞെടുപ്പിലും എത്തിയിട്ടില്ല. അതുപോലെ അവിടെ ഇരിക്കുന്ന പലരും ദൈവം വിളിച്ച ഒരു വിളിയുണ്ട്, എല്ലാവർക്കും അറിയാം. എന്തിനു വേണ്ടിയാണ്? മിക്കവർക്കും, പ്രത്യേകിച്ച് ദൈവവേല ചെയ്യുന്നവർക്ക് അറിയാം എന്നെ വിളിച്ചിരിക്കുന്നത് എന്തിനാണ് എന്ന്. ദൈവവേല ചെയ്യുന്നവർക്ക് നല്ലതുപോലെ അറിയാം. ആ വിളിയിലേക്ക് എത്തിയിട്ടില്ലാതും നമുക്കറിയാം. നമ്മളൊന്ന് പരിശോധിച്ച് നോക്കണം. എന്നെ വിളിച്ചിരിക്കുന്ന വിളിയിലേക്ക് ഞാൻ എത്തിയോ? ആ വിളിയും തിരഞ്ഞെടുപ്പും കർത്താവിനെ തിരഞ്ഞെടുത്ത ആ തിരഞ്ഞെടുപ്പിലേക്ക് ഞാൻ എത്തിയോ? നമ്മൾ ഇരുന്നൊന്ന് പരിശോധിക്കണം. അത് എത്തിയില്ല എങ്കിൽ നമ്മളെ കർത്താവ് പ്രാർത്ഥിച്ചതുപോലെ ദൈവമേ ആ വിളിയിലേക്ക് നീ എന്നെ നടത്തണമേ എന്ന് നമ്മൾ കർത്താവിൻ്റെ അടുത്ത് കണ്ണുനീരോടെ നിലവിളിയോടെ നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പൊ ഇവിടെ ഭയഭക്തി നിർത്താൻ ഉത്തരം ലഭിച്ചു. ഉത്തരം ലഭിക്കുമോ? കർത്താവിന്റെ സന്നിധി പ്രാർത്ഥിച്ചാൽ ഉത്തരം ലഭിക്കും. അത് തന്നെ ഉറപ്പില്ല എന്നല്ലേ? ഉത്തരവുണ്ട്. കർത്താവിന്റെ സന്നിധി പ്രാർത്ഥന. മകൻ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടോ? കല്ല് കൊടുക്കൂ. മീനിനെ ചോദിച്ചാൽ തേളിന് കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് എത്ര നന്മ കൊടുക്കുമെന്നൊരു സ്ഥലത്തുണ്ട്. പരിശുദ്ധാത്മാവിന് എത്ര അധികം കൊടുക്കുന്നത് വേറെ സ്ഥലത്തുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ ഉത്തരവുണ്ട്. എന്തുകൊണ്ട് നമ്മൾ ഇന്നും നമ്മുടെ വിഷയങ്ങൾക്ക് ഉത്തരമില്ലാതെ നമ്മൾ ഇങ്ങനെ കിടക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പ്രാർത്ഥന കുറവാണ്. നമ്മുടെ വിഷയങ്ങൾക്ക് ഉത്തരം വേണമെങ്കിൽ ഉണരുക. ഇതുപോലെ കർത്താവ് പ്രാർത്ഥിച്ചതുപോലെ കണ്ണുനീരോട് നിലവിളിക്കുക. ഒരു സമയം വേർതിരിക്കുക. ആ വേർതിരിക്കുന്ന സമയം ദൈവസന്നിധിക്കുക. സൂം മീറ്റിങ്ങിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. സൂം മീറ്റിംഗ് ആണെങ്കിൽ നമ്മൾ സൂം മീറ്റിംഗ് ഞാൻ വെച്ചിട്ട് അല്ലെങ്കിൽ ശ്യാമള നമ്മൾ ചേർന്ന് വേണമെങ്കിൽ അതൊന്ന് വീഡിയോ ഓഫ് ചെയ്തിട്ട് കിടന്ന് ഉറങ്ങുകയും ചെയ്യാം, അല്ലേ? അതല്ല ഞാൻ പറയുന്ന വിഷയം. ദൈവസന്നിധിയിൽ നിലവിളിക്കണം. സമയം വേർതിരിച്ച് നമ്മളെ ഏൽപ്പിച്ച ഒരു ദൗത്യം ഉണ്ട് എങ്കിൽ, ഒന്നുമില്ലെങ്കിൽ എന്നെ സുവിശേഷ വേല ഏൽപ്പിച്ചുവെങ്കിൽ ആ സുവിശേഷ വേല സംബന്ധമായി എൻ്റെ സഭയിൽ വരുന്ന സഹോദരങ്ങളുടെ അവസ്ഥകൾ അറിയണം. അവരെങ്ങനെ ഏത് വിധത്തിൽ കടന്നു പോകുന്നത് നമ്മൾ അറിയണം. പ്രത്യേകിച്ച് ഇടയന്മാർ, ഇടയ മനോഭാവം, കർത്താവിന്റെ മനോഭാവം ഉണ്ടായിരിക്കണം. ആ മനോഭാവത്തോടു കൂടി സഭയിൽ കടന്നു വരുന്ന ഓരോ വിശ്വാസികൾക്കും വേണ്ടി ഇടയിൽ നിന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. എനിക്കുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഈ ഉത്തരവാദിത്വം നമ്മൾ ചെയ്തില്ല എങ്കിൽ കർത്താവ് നമ്മോട് ചോദിക്കുന്ന ഒരു സമയമുണ്ട്. അവൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. തീർന്ന ശേഷം ശിഷ്യന്മാരിൽ ഒരുത്തൻ, 3:21 അതും കൂടെ വായിച്ചിട്ട് ഒക്കെയും സ്നാനമേൽക്കുകയും യേശുവും സ്നാനമേൽക്കും. വലിയ മൊത്തം ഞാൻ പറയുന്നില്ല. ജനമൊക്കെയും സ്നാനമേൽക്കുകയും യേശുവും സ്നാനമേൽക്കും. പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്താണ് പറയുന്നത്? സ്വർഗം തുറന്നു. യേശുവും സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു എന്നവിടെ കണ്ടാകുന്നത്. സ്വർഗം തുറന്നു. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് സ്വർഗം തുറക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. അത് യേശു പ്രാർത്ഥിക്കുമ്പോൾ മാത്രമല്ല, നമ്മളെ പ്രാർത്ഥന
നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ഹൃദയത്തിൽ നിന്ന് നമ്മൾ ഒരു വിഷയം, നമ്മുടെ വിഷയമായിരുന്നാലും മറ്റുള്ളവരുടെ വിഷയമായിരുന്നാലും ഹൃദയത്തിന്റെ ആ അകത്തുനിന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ സ്വർഗം തുറക്കും. ഉത്തരം വരുന്ന എവിടുന്ന? അപ്പൊ സ്വർഗം തുറന്നെങ്കിലേ നമുക്ക് ഉത്തരം വരാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, യേശു പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം തുറന്നു എന്നിരിക്കുന്നു. നമ്മൾ പ്രാർത്ഥിച്ചാലും സ്വർഗം തുറക്കും. സ്വർഗം തുറക്കുന്ന പ്രാർത്ഥന ആയിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ സ്വർഗത്തിൽ നിന്ന് ഉത്തരം വരും. നമുക്ക് ഒരു സംശയവുമില്ല. നമ്മളിതെല്ലാം നമ്മളെ അനുഭവത്തിലൂടെ കൊണ്ടുവരണം. പ്രാർത്ഥന അതൊരു ശീലമാക്കണം. നമ്മൾ അനുഭവത്തിലൂടെ കൊണ്ടുവരണം. അപ്പൊ നമ്മൾ ലൂക്കോസ് 11 അടുത്ത പറയുന്നു, ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. തീർന്ന ശേഷം ശിഷ്യന്മാരിൽ ഒരുത്തൻ അവനോട്, കർത്താവേ, യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണം. എപ്പോഴാണ് ഈ ശിഷ്യൻ എന്ന് പറഞ്ഞത്? എപ്പോഴാണ്? കർത്താവ് ഒരു സ്ഥലത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുന്ന് തീർന്ന ശേഷം, അല്ലെ? തീർന്ന ശേഷം. അപ്പൊ നമുക്ക് ഇതിന്ന് മനസ്സിലാകേണ്ടത്, ശിഷ്യന്മാർക്ക് പ്രാർത്ഥനയെ കുറിച്ച് ആ നാളുകൾ വരെയും വലിയ അറിവോ ആവശ്യകതയോ ആവശ്യബോധമോ അവർക്ക് വന്നിട്ടില്ല. അതുകൊണ്ടല്ലേ അവരിങ്ങനെ പറയുന്നത്. തീർന്ന ശേഷം ശിഷ്യന്മാരിൽ ഒരുത്തൻ അവനോട്, കർത്താവെ, യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണം. എന്ത് കണ്ടിട്ടാണ് ശിഷ്യന്മാരിങ്ങനെ ചോദിക്കുന്നത്? കർത്താവിന്റെ ഒരു പ്രാർത്ഥനാ രീതി. ഇത്രയും നാട് നമ്മൾ പറഞ്ഞുകൊണ്ടില്ല, കർത്താവിന്റെ പ്രാർത്ഥനാ രീതികളാണ്, അല്ലേ? ഈ പ്രാർത്ഥനാ രീതി ഈ ശിഷ്യന്മാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ഇവര് പല സ്ഥലത്തും പോകുമ്പോഴൊക്കെ കർത്താവ് പല സമയത്തും പോയി ഇതുപോലെ വേറിട്ടിരുന്ന് പ്രാർത്ഥിക്കുന്നത്, മലയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുന്നത്, നിർജ്ജന പ്രദേശത്ത് പോയിരുന്ന് പ്രാർത്ഥിക്കുന്നത്, ഇതെല്ലാം ഈ ശിഷ്യന്മാർ കാണുകയാണ്, അല്ലേ? കണ്ട ശിഷ്യന്മാർക്ക് അവർക്കും ആഗ്രഹം വരുന്നു, കർത്താവെ, ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. അപ്പൊ പ്രാർത്ഥനയുടെ ഒരു ബോധം, ആവശ്യബോധം അവർക്കും വരും. ഞാൻ പറയട്ടെ, നമ്മുടെ കൂട്ടത്തിലുള്ളവര് നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ് എങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കും. നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളവർ പ്രാർത്ഥിക്കും. നമ്മൾ ഭാര്യ പ്രാർത്ഥിക്കുന്നെങ്കിൽ ഭർത്താവ് പ്രാർത്ഥിക്കും. ഭർത്താവിന് പ്രാർത്ഥനാശീലമുണ്ടെങ്കിൽ ഭാര്യ പ്രാർത്ഥിക്കും. ഇവിടെ പറഞ്ഞത് തീർന്ന ശേഷം ശിഷ്യന്മാരിൽ ഒരുത്താൻ കർത്താവിനെ പല പ്രാവശ്യം ഇവർ കാണുന്നുണ്ട്. കർത്താവിന്റെ പ്രാർത്ഥന ഇവർ പല പ്രാവശ്യം കാണുന്നവരാണ്. അപ്പൊ പലപ്പോഴും പല സ്ഥലത്തും പോകുമ്പോൾ ഈ ശിഷ്യന്മാർക്ക് എപ്പോഴും കർത്താവിന്റെ കൂടെ ഇരിക്കുന്നതാണ് ഇഷ്ടം. അപ്പൊ അവർ ഒരുപക്ഷെയൊക്കെ വിചാരിച്ചു കാണും, കർത്താവ് എന്തോ മലയിലൊക്കെ കയറിപ്പോയി നേരം രാത്രി മുഴുവനും അവിടെ ഇരിക്കുന്നു, ഇത്തിരി നമ്മളെ കൂടെ ഇരുന്നെങ്കിൽ എന്നവർ ചിലപ്പോൾ വിചാരിച്ചു കാണും. എന്ന് വെച്ചാൽ കർത്താവിന്റെ കൂടെ ഇവർക്ക് ഇരിക്കാൻ ആഗ്രഹമാണ്. അപ്പൊ അവർ ഒരുപക്ഷെ വിചാരിച്ചു കാണും, കുറച്ചു നേരം കർത്താവ് നമ്മുടെ കൂടെ ഇരുന്നൂടെ, ഈ മലയിലൊക്കെ പോയി എന്നൊക്കെ അവർ ആഗ്രഹിച്ചു കാണും. പക്ഷെ കർത്താവ് വേറിട്ടിരുന്ന് പ്രാർത്ഥിച്ച് അവസാനം ഇവർക്കിത് മനസ്സിലാകുന്നുണ്ട്, ഈ പ്രാർത്ഥനയുടെ ആവശ്യകത എന്തെന്ന്. അതുവരെയും ശരിക്കും പ്രാർത്ഥിക്കാൻ അറിഞ്ഞുകൂടായിരുന്ന, പ്രാർത്ഥനാ ബോധം ഇല്ലായിരുന്ന ശിഷ്യന്മാർക്ക് അവർക്ക് ആ ബോധം വരെയാണ്. അപ്പോഴാണ് പറയുന്നത്, കർത്താവെ, യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ. അതെ, നമ്മളെ വീട്ടിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരു കുടുംബത്തിൽ അപ്പൻ മക്കളുണ്ട്. കുഞ്ഞുനാളിലെ രാവിലെ പോയി ജോലി ചെയ്ത് അധ്വാനിച്ച് പണം കൊണ്ടുവന്ന് വൈകുന്നേരം ആകുമ്പോൾ കിട്ടുന്ന പൈസ മൊത്തം കള്ള് ഷാപ്പിൽ കൊണ്ട് കൊടുത്ത് കുടിച്ച് കൂത്താടി വീട്ടിൽ വന്ന് ആഹാരവും കൊടുക്കില്ല, അടിയും പിടിയും ബഹളം. അങ്ങനെ ആവുമ്പോ ആ വീട്ടിൽ ഒരു കൊച്ചു വളർന്നു വരണം. അവൻ 16 വയസ്സായപ്പോ അവൻ ഒരു ദിവസം പോയി ഇതുപോലെ കൂസായി വന്നു വീട്ടിൽ. അപ്പൊ അച്ഛൻ പറയാണ്, മോനെ, ഈ മദ്യം കഴിക്കരുത്, അത് ശരീരത്തിന് നല്ലതല്ല എന്ന് പറയുമ്പോ മോൻ എന്ത് പറയും? ആദ്യം അപ്പം നന്നാകും എന്നല്ലേ പറയുള്ളൂ. ആദ്യം അപ്പം നന്നായാൽ മതി, പിന്നെ എന്നെ ഉപദേശിച്ചാൽ മതി എന്നേ പറയുള്ളൂ. അതുപോലെ തന്നെയാണ്, നമ്മൾ പ്രാർത്ഥിച്ചില്ല എങ്കിൽ നമ്മളെ മക്കളെ പ്രാർത്ഥിക്കാൻ നമ്മൾ പഠിപ്പിക്കേണ്ട, നിർബന്ധിക്കേണ്ട. നമ്മുടെ ജീവിത രീതി കണ്ടിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നമ്മുടെ മക്കള് അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള സഹോദരങ്ങൾ, ഭർത്താവ്, ഭാര്യ, കൂടെയുള്ള സഹോദരങ്ങൾ അവരും പ്രാർത്ഥിച്ചോളും. ഒരു ദിവസത്തെ കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. പല ദിവസം നമ്മൾ ഇത് തുടരുമ്പോൾ നമ്മുടെ കൂടെ ഉള്ളവരും നമ്മുടെ മക്കളും എല്ലാവരും അവരുടെ ജീവിതത്തിൽ ആ ഒരു പ്രാർത്ഥന അവർ വന്നുകൊള്ളും. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹം പ്രാപിക്കും. അങ്ങനെ അനുഗ്രഹം പ്രാപിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ കുഞ്ഞുങ്ങൾ പിന്നെയുള്ള കാലങ്ങളിൽ
മുമ്പോട്ട് പോകാൻ പറ്റും. 1 പത്രോസ് 2:20 നാം അവന്റെ കാൽ ചുവട് പിന്തുടരുവാൻ അവൻ ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. അവന്റെ കാൽ ചുവട് പിന്തുടരുവാൻ ഒരു മാതൃകയാണ്. അപ്പൊ നമ്മൾ കർത്താവ് എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതൊക്കെ നമുക്കൊരു മാതൃകയായിട്ട് അവന്റെ കാൽ ചുവട് നമ്മൾ പിന്തുടരണം. അതിനുവേണ്ടി ഒരു മാതൃകയായിട്ട് വെച്ചേച്ച് പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഇതുവരെയും നമ്മളുടെ ജീവിതത്തിൽ ഒരു പ്രാർത്ഥനയെക്കുറിച്ച് നമുക്കൊരു ബോധം വന്നില്ല എങ്കിൽ, പ്രാർത്ഥനയുടെ ആവശ്യം എന്താ നമുക്ക് മനസ്സിലായില്ല എങ്കിൽ, നിരവധി ആവശ്യങ്ങൾ നമ്മുടെ എല്ലാവരുടെയും മുമ്പിലുണ്ട്, എന്റെയിലുണ്ട്. ഇതുകൊണ്ട് നമുക്ക് കിട്ടുന്നില്ല. പ്രാർത്ഥനയിൽ ഒരു വ്യത്യാസം വരുത്തുന്നു. മറ്റുള്ളവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കാത്തിരിക്കരുത്. നമ്മൾ പ്രാർത്ഥിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. കഷ്ടം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവത്തെ അറിയാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതിനൊന്നിനും നമ്മളെ പ്രാർത്ഥന ആരും പഠിപ്പിക്കണ്ട. നമ്മൾ പ്രാർത്ഥിക്കണം. ഒരു ദിവസം നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കും, അടുത്ത ദിവസങ്ങളിൽ ഇങ്ങനെ വന്നോളും. നിങ്ങൾക്ക് വാക്കുകൾ, പ്രാർത്ഥിക്കേണ്ട വാക്കുകൾ ഇങ്ങനെ വന്നോളൂ. അങ്ങനെയാണെങ്കിൽ ദൈവം ആർക്കും കടക്കാരനല്ല. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഒരിക്കലും കർത്താവ് ആർക്കും കടക്കാരനല്ല. അന്നെ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിച്ചു. നമുക്ക് ഒരുപാട് ആവശ്യങ്ങളില്ലേ? ഒരുപാട് ഇരിക്കുന്നവർക്ക് ആവശ്യങ്ങളുണ്ടോ? വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം ഉത്തരം തരുമോ? കണ്ണയ്ക്ക് മാത്രം ഉത്തരം കൊടുക്കുക ദൈവം അല്ല. പ്രാർത്ഥിച്ചാൽ നമുക്ക് ഉത്തരം തരും. ഈ ഉറപ്പ് നമുക്ക് വേണം. ഞാൻ പ്രാർത്ഥിച്ചാൽ എന്റെ കർത്താവ് എന്റെ പ്രാർത്ഥന കേൾക്കും, എനിക്കതിന് ഉത്തരം തരും. ഈ ഒരു ഉറപ്പാണ് നമുക്ക് ആദ്യം വേണ്ടത്. എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചത് കണ്ണുനീരോടെ, നിലവിളിയോടെ, അഭയയാചനയോടെ കർത്താവ് നമുക്ക് കാണിച്ചെന്ന മാതൃക പ്രകാരം പ്രാർത്ഥിക്കും. ലോത്ത് പ്രാർത്ഥിച്ചു. ഏതിനു വേണ്ടി? ഒരു ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷെ ആ ദേശത്തിലുള്ള മറ്റുള്ള ആരെയും രക്ഷിക്കാൻ കഴിയാതെ വണ്ണം ആ ദേശം പാപത്തിന്റെ പിടിയിലായിരുന്നു. എന്നാൽ അബ്രഹാം പ്രാർത്ഥിച്ചു, ഒരു കുടുംബത്തെ ദൈവത്തിന്റെ ദൂതൻ തന്നെ പിടിച്ചിറക്കിക്കൊണ്ടുവന്നു പുറത്താക്കി. ആ ദേശം നശിച്ചു പോയെങ്കിലും ആ ഒരു കുടുംബം രക്ഷ പ്രാപിച്ചു. നമുക്കും പ്രാർത്ഥിക്കാമോ? ദേശത്തിന് വേണ്ടി, നശിച്ചു പോകുന്ന ജനങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാമോ? ദൈവത്തെ അറിയണം. ദൈവത്തെ അറിയണം. ഒരുപാട് പേര് ഞാൻ ചോദിക്കട്ടെ, നമ്മളെ കർത്താവ് ഇപ്പൊ അടുത്ത മാസം ഏതെങ്കിലും ഒരു ദിവസം വന്നെന്ന് വെച്ചോ, കർത്താവ് വന്നാൽ ആരൊക്കെ പോകും? എത്ര പേര് പോകും? എത്ര പേർക്ക് ഉറപ്പുണ്ട്? കർത്താവ് വന്നാൽ നമ്മൾ പോകും. പക്ഷെ നമ്മളെ കുടുംബത്തിലുണ്ട് ആൾക്കാർ. മനസ്സിലായി? ഞാൻ പ്രാർത്ഥിക്കുന്ന എന്റെ മോനും കുടുംബത്തിനും വേണ്ടി കരയണം. നമ്മൾ രാത്രികളിൽ ഉണർന്നിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മളെ കർത്താവ് കൊണ്ടുപോകും. പക്ഷെ നമ്മളെ സഹോദരങ്ങള്, നമ്മുടെ അപ്പൻ, അമ്മ, അല്ലെ, മക്കള് പലരും ഇന്ന് ഈ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. നമ്മൾ അവർക്ക് വേണ്ടി കണ്ണുനീരോടുകൂടെ രാത്രിയുടെ യാമങ്ങളിൽ ഉണർന്ന് പ്രാർത്ഥിക്കാനുള്ള സമയമാണിപ്പോ. നമ്മൾ ഉണർന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ നോക്കുമ്പോ ലാസറിന്റെയും ധനവാന്റെയും കാര്യങ്ങൾ വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ഓർമ്മയിൽ വരണം. ഇത്രയും ധനവാനായിരുന്നിട്ടും ആ ഒരു മനുഷ്യൻ എവിടെ കിടക്കുന്നു? ലാസർ എവിടെ ഇരിക്കുന്നു? ഒരു പണവും സ്വർഗത്തിൽ കൊണ്ടുപോകില്ല. അതുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇടയിൽ നിന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാൽ ഉത്തരവുണ്ട്. ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് സമയം വേർതിരിക്കുക. ഒരു ദിവസം നിങ്ങൾ വേർതിരിച്ച സമയം അന്ന് പറ്റിയില്ല എങ്കിൽ അടുത്ത ദിവസങ്ങളോട് വീണ്ടും തുടരുക. പക്ഷെ നേർന്നാൽ കഴിക്കാതിരിക്കുക. യഹോവയുടെ സന്നിധിയിൽ തീരുമാനമെടുത്താൽ ആ തീരുമാനം എന്ന് വെച്ചാൽ കർത്താവ് ആ സമയത്ത് അവിടെ വന്നിരിക്കും. അപ്പൊ നമ്മൾ അവിടെ കാണണം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഒരു വ്യത്യാസം, ഞാൻ ആരെയും കുറ്റപ്പെടുത്താനോ ഒന്നിനും പറയുന്നില്ല. എൻ്റെ ജീവിതത്തിൽ ഞാനും നിങ്ങളെപ്പോലെ തന്നെയാണ്. ഞാനിപ്പോൾ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥിക്കാനായിട്ട്. എന്നുവെച്ചാൽ എനിക്കുകൊണ്ട് ഒരുപാട് വിഷയങ്ങൾ. അപ്പൊ അതിനു വേണ്ടി പറയുന്നതാണ് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് തീരുമാനങ്ങൾ എടുക്കുക. ഒരു സമയം വേർതിരിച്ച് ദൈവസ്ഥാനം ഇരിക്കുമെന്ന് തീരുമാനങ്ങൾ എടുക്കുക. മുടക്കങ്ങളൊക്കെ വരുമെന്നിരുന്നാലും നമ്മൾ തീരുമാനമെടുത്താൽ കഴിച്ച നേർച്ച ചെയ്യാതിരിക്കുക. കന്ന തീരുമാനമെടുത്തു, അവർക്കൊരു കൊച്ചിനെ കൊടുത്തു. അവൾ ദൈവസന്നിധിയിൽ കൊടുത്തു എന്നും പറഞ്ഞ് അവർക്ക് പിന്നെ മക്കളെ കൊടുക്കാതിരുന്നില്ല. 3 മക്കളെ പിന്നെ കൊടുത്തു. കന്നയ്ക്ക് പിന്നെ 3 മക്കളെ ദൈവം കൊടുത്തു. അതുകൊണ്ട് നമ്മുടെ ദൈവം ഏറ്റവും നല്ലവനായ ഒരു ദൈവമാണ്. നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ കരുതുന്ന, നമ്മളെ എങ്ങനെയാണ് നമ്മൾ വിളിച്ചിരിക്കുന്ന വിളിയിലേക്ക് നമ്മളൊന്ന് ഇറങ്ങി വരണം. ഇത് ആഗ്രഹിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ദൈവം ഈ ദിവസങ്ങളിൽ നമ്മളെ സഭയായി നമ്മുടെ പ്രാർത്ഥനയിൽ ഒരു വ്യത്യാസം ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കും.
വചനങ്ങളാൽ ദൈവങ്ങൾ അനുഗ്രഹിക്കും.